തെക്കൻ കേരളത്തിന്റെ സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് സർക്കാരും അദാനിയും ചേർന്ന് മുടക്കുന്നത് 7525 കോടി രൂപ. 4200 കോടി സംസ്ഥാനം മുടക്കുമ്പോൾ അദാനിയുടെ വിഹിതം 2525 കോടി രൂപയാണ്. തുറമുഖത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ തലസ്ഥാനത്തിന്റെ മുഖഛായ മാറുമെന്നാണ് പ്രതീക്ഷ. 220 ഏക്കറിലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പാക്കുന്നത്. ആകെ മുതൽ മുടക്ക് 7525 കോടി രൂപ. സംസ്ഥാന സർക്കാർ അദാനിക്ക് നൽകുന്നത് 4200 കോടി രൂപ. പദ്ധതി ലാഭകരമാക്കുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതമായ VGF ഇനത്തിൽ 1600 കോടി അദാനിക്ക് ലഭിക്കും. അതായത് 800 കോടി രൂപ വീതം കേന്ദ്രവും സംസ്ഥാനവും VGF ആയി നൽകും. അദാനി ഗ്രൂപ്പിന്റെ മുടക്ക് മുതൽ 2525 കോടി രൂപയാണ്. പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ 30% അദാനി ഗ്രൂപ്പിന് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ട്. 40 വർഷത്തേക്കാണ് പദ്ധതി നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകുക. എന്നാൽ 20 വർഷത്തേക്ക് കരാർ വീണ്ടും ദീർഘിപ്പിക്കാനും വ്യവസ്ഥയുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞം തുറമുഖത്തിന് സാധിക്കും. ഭൂമി, വൈദ്യുതി, കുടിവെള്ളം എന്നിവയ്ക്ക് 2000 കോടി രൂപ ചെലവഴിക്കും. മത്സ്യബന്ധന തുറമുഖത്തിനും പുലിമുട്ട് നിർമ്മാണത്തിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കുമായി 1400 കോടിയും ചെലവഴിക്കും. 4 വർഷമാണ് ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ കാലാവധിയെങ്കിലും 1000 ദിവസത്തിനുള്ളിൽ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുമെന്നാണ് അദാനിയുടെ വാഗ്ദാനം. നാളെ മുതൽ കൗണ്ട് ഡൗൺ ബോർഡ് സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ ബാബു അറിയിച്ചു. കൗണ്ട് ഡൗൺ 1000 ദിവസം എന്നാണ് നാളെ പ്രഖ്യാപിക്കണമെങ്കിൽ 1000 ദിവസം ത്തിൻ്റെ ബോർഡ് വയ്ക്കും. ഓരോ ദിവസവും അതിൻ്റെ 999, 998 അങ്ങനെ കൗണ്ട് ഡൗൺ ബോർഡ് വെച്ചായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.